ഹായ്, ഇത് രഞ്ജിത്താണ്. കുറച്ച് നാളുകൾക്ക് ശേഷം രാത്രി ഇതാ വീണ്ടും രഞ്ജിത്ത് നിങ്ങളുടെ മുന്നിലേക്ക് ഒരു കൂടിയായിട്ട് വരുന്നു. ഓരോ ദിവസങ്ങളും ഓരോ തരത്തിലായിട്ട് പോകുമ്പോൾ ഒരു സബ്ജക്റ്റും ഇല്ലാതെ പോകുമ്പോൾ എൻ്റെ മനസ്സിലൊരു സബ്ജക്റ്റ് ഇല്ലാതെ പോകാം കേട്ടോ. ഇവിടെ നമ്മുടെ നാട്ടിലെ കാര്യങ്ങൾ പറയണം, പല കാര്യങ്ങളായിട്ട് നമുക്ക് സബ്ജക്റ്റ് ഉണ്ടാകാം. പക്ഷെ ഇന്ന് ഞാൻ സംസാരിക്കുന്ന ഒരു നല്ലൊരു സിനിമയെക്കുറിച്ചാണ്. മിസ് ഷെട്ടി, അതായത് അനുഷ്കേൻ്റെ സിനിമയാണ്. സിനിമയുടെ പേരും അങ്ങനെ തന്നെ വരുന്നത്. നിങ്ങൾക്ക് ഇപ്പോൾ ഒരു ഇമേജ് ആയിട്ട് ഇവരെ കാണാം. അപ്പോൾ ആ സിനിമയെ കുറിച്ചാണ് നിങ്ങളോട് ഞാൻ പറയുന്നത്. നല്ലൊരു സിനിമയാണ്. നമ്മൾ തെലുങ്ക് മലയാളം സിനിമ പറയുമ്പോൾ നമുക്ക് ചിന്തിക്കാൻ പറ്റുന്ന രീതിയിലേക്ക് ഉള്ള എത്തുമ്പോഴും കുറച്ച് അവരുടേതായ ഒരു പൊടിക്കൈ ആ സിനിമയിൽ എപ്പോഴും ഉണ്ടാവും. പക്ഷെ എന്നാലും ഞാൻ പറയാം, മലയാള സിനിമേനേക്കാൾ കുറച്ചുകൂടെ എനിക്കിഷ്ടം ഡബ്ബിങ് മലയാളം സിനിമ, തെലുങ്ക് മലയാളം സിനിമ എനിക്ക് കൂടുതൽ. ഞാൻ അങ്ങനത്തെ സിനിമകളെ കൂടുതൽ തെരഞ്ഞു പിടിച്ച് കാണാം. എന്നാലും കുറച്ച് സമയവും കാര്യങ്ങളും പോകും. ഒരു 5-6 പാട്ട് കുത്തി കയറ്റി വരികയാണെങ്കിൽ. പക്ഷേ ഈ സിനിമയിൽ അങ്ങനെയൊന്നുമില്ല. പക്ഷെ സിനിമ നല്ലൊരു സിനിമയുടെ നല്ലൊരു തീമാണ്. പക്ഷെ അങ്ങനെയൊക്കെ ഒരു സിനിമ വളരെ ഇതാക്കി ചിത്രീകരിക്കുമ്പോൾ അത് എന്താ പറയുക, തെലുങ്ക് സിനിമ നമ്മളെ കൊല്ലുന്ന പോലെ ആയിരിക്കും നമുക്ക് ഫീൽ ചെയ്യാം. പക്ഷെ ഇന്നലെ ഞാൻ ടൈഗർ നാഗേഷ് റാവു ആ സിനിമയും കണ്ടു. നല്ല സിനിമയാണ്, നിങ്ങൾ എന്തായാലും തീർച്ചയായും കാണാം. ശരിക്കും നടന്ന സംഭവമാണ്. എന്നാൽ ഈ സിനിമയെക്കുറിച്ച് നമുക്ക് പറയാം. ഈ സിനിമ അവൾക്ക് ഒരു ലവ് അല്ല നമ്മുടെ സിനിമയിൽ വരുന്നത്, പക്ഷേ ലവിലേക്ക് എത്തിപ്പെടുന്നതാണ് സാഹചര്യം. അങ്ങനെ അവളുടെ പുറമെ ഒരാൾ സ്നേഹിച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ തിരിച്ച് അയാൾ ഒരുപാട് കാലം നമ്മളെ സ്നേഹിക്കും, നമ്മളെ കൂടെ ഉണ്ട്, നമ്മളെ ഇട്ടേച്ച് പോകാനുള്ള പേടി കൊണ്ട് പ്രണയം വരാത്ത ഒരാളുടെ കഥയാണ് സിനിമ. സിനിമയെ കുറിച്ച് കൂടുതൽ കാര്യങ്ങളോ റിവ്യൂ ആയിട്ട് ഞാൻ പറയുന്നില്ല, നിങ്ങൾ കാണണം. അതുകൊണ്ടാണ് ഞാൻ ചെറിയൊരു ടോപ്പിക് ആയിട്ടും പറയുന്നത്. എന്താ പറയാ, സിനിമ തുടക്കത്തിലുള്ള ഒരു കാര്യം പറയാം. അവർക്ക് അവളുടെ അതായത് സെക്സ്വലായിട്ട് എന്താ പറയുക, കുട്ടി ഉണ്ടാവാൻ താല്പര്യമില്ലാത്ത ഒരാളും നമ്മളെ സ്പെയിം ഡൊണേറ്റ് ചെയ്തിട്ട് ഒരു കുട്ടി ഉണ്ടാവാനുള്ള ആഗ്രഹങ്ങളോ സിനിമ പറയുന്ന എന്തുകൊണ്ടാണുള്ള കാര്യങ്ങൾ സിനിമയിലുണ്ടാവും. ഞാനൊന്നും പറയുന്നില്ല. പക്ഷെ നല്ലൊരു സിനിമയാണ്. സ്നേഹത്തിനെ കുറിച്ച് പറയാൻ നമുക്ക് ഭയങ്കര ഇഷ്ടമാണ്. എപ്പോഴും നമ്മൾ പറയില്ല, തൊട്ടടുത്ത് ഇരിക്കുമ്പോൾ നമുക്ക് ആ സ്നേഹം അറിയില്ല, നമ്മളെ വിട്ടു പോകണം അല്ലെങ്കിൽ ദൂരെ നിൽക്കണം എന്നാലേ സ്നേഹം അറിയും. അത് ഈ സിനിമ നല്ല രീതിയിൽ നമുക്ക് കാണിച്ചു തന്നിട്ടുണ്ട്. നമ്മൾ ഒരു തരത്തിൽ നമ്മളെ വിട്ടു പോകുന്നത് എന്തുകൊണ്ടാണ്, നമ്മൾ ശ്രദ്ധിക്കാത്തത് കൊണ്ട്, നമ്മൾ അതിന് വേണ്ടത്ര രീതിയിൽ അതിനെ കെയർ ചെയ്യാത്തത് കൊണ്ട് വേണം അത് നമ്മളെ കയ്യിൽ നിന്ന് പോയി പോകുന്നത്. എന്ത് പ്രണയമായിക്കോട്ടെ, ഫ്രണ്ട്ഷിപ്പ് ആയിക്കോട്ടെ, എന്തും നമുക്ക് അതിനോട് എന്തെങ്കിലും താല്പര്യമോ ഇഷ്ടങ്ങളോ കാര്യങ്ങളോ എന്തുണ്ടെങ്കിൽ നമ്മൾ കളയില്ലത്, നമ്മൾ ചേർത്ത് പിടിക്കുള്ളൂ. അത് എന്തിലായിക്കോട്ടെ. നമുക്ക് വേണ്ടാത്തതുകൊണ്ട് നമ്മളെ അവിടെ വിട്ടുവെക്കുന്നതും ബ്ലോക്ക് ചെയ്യുന്നതും എന്തും ചെയ്യുന്നതും നമ്മൾ ഒഴിവാക്കുന്നത് തന്നെ. നമ്മൾ അതിനെക്കുറിച്ച് അപ്പം നമ്മൾ ചിന്തിച്ചുകൊണ്ടിരുന്ന് നമ്മൾ മാറിക്കൊണ്ടിരിക്കുക, നല്ല നല്ല കാര്യങ്ങൾ ചിന്തിക്കുക. അവർക്ക് റിട്രൈവ് ചെയ്യാൻ പറ്റുന്നില്ലായിരുന്നു, പക്ഷേ ഈ സിനിമയിൽ അത് ചെയ്യാത്തത് ഏറ്റവും നല്ല രീതിയിൽ നല്ല കാര്യങ്ങളായിരുന്നു. എനിക്ക് ഭയങ്കര ഇഷ്ടമായി സിനിമ. തീർച്ചയായും നിങ്ങൾ കാണാൻ, കഥയൊന്നും പറയുന്നില്ല. ഇറ്റ്സ് മീ രഞ്ജിത്ത്, സൈൻ ഓഫ്.